മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മളിതാ ഒരുങ്ങിക്കഴിഞ്ഞു. മാതാവിൻ്റെ 3ാമത്തെ വ്യാകുലത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാലങ്ങളായി കാണാതെ പോയിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കടലിൽ പോയി തിരിച്ചു വരാത്ത മക്കളെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാം. നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പോയതിനു ശേഷം ഒരു വിവരമില്ലാതെ വേദനിക്കുന്നവരെ കുറിച്ചിട്ടുള്ള സങ്കടങ്ങളുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, ഇങ്ങനെയൊക്കെ ഈ മേഖലകളിൽ കാണാതെ പോയിട്ടുള്ളവരെ കുറിച്ചിട്ട് വേദനിക്കുന്നവരുടെ സങ്കടങ്ങൾ മാതാവിന് വളരെ നന്നായിട്ട് അറിയാമെന്ന് നീ വിശ്വസിക്കുക. ഇന്നിതാ കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 46-ാം തിരുവാക്യം. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദൈവാലയത്തിൽ കണ്ടെത്തി. അവൻ അധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. മാതാവിൻ്റെ 3ാമത്തെ വ്യാകുലം എന്താണെന്ന് ചോദിച്ചാൽ, ഈശോയെ 12-ാം വയസ്സിൽ കാണാതാകുന്നതാണ് മാതാവിൻ്റെ 3ാമത്തെ വ്യാകുലം. മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന ഒരമ്മയുടെ വേദന ശരിക്കും മാതാവ് അനുഭവിച്ചിട്ടുണ്ട്. തിരുസഭയുടെ മഹാരഹസ്യങ്ങൾ കണ്ടെത്തുന്ന സ്ഥലം അത് ദൈവാലയമാണത്. യേശുവിനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടെത്തിയതുപോലെ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും നമ്മുടെ എല്ലാ നിയോഗങ്ങളും അഭയം കണ്ടെത്തേണ്ടത് ദൈവത്തിലാണ്. ദൈവാലയം, ബലിപീഠം, സക്രാരി, ഇവിടെയാണ് നമ്മൾ അഭയം കണ്ടെത്തേണ്ടത്. യേശുവിനെ ദൈവാലയത്തിൽ കണ്ടെത്തിയതുപോലെ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ അഭയം തേടണം. നമുക്കറിയാം, ഒരുപക്ഷെ വീട് വിട്ടുപോയിട്ട് കാണാതെ ഇരിക്കുന്നവർ, കടക്കണി മൂലമായിട്ട് നാടും വീടും വിട്ടുപേക്ഷിച്ച് പോയവർ, വിദേശത്ത് പോയി ജോലി ചെയ്തിട്ട് തിരിച്ചു വരാതിരിക്കുന്നവർ, വിദേശികളിലിരുന്ന് ജയിലറകളിൽ ഇരിക്കുന്നവർ, ഒരു ന്യൂസും കിട്ടാത്തവർ, എവിടെയാണെന്ന് പോലും അറിയാത്തവർ, കുടുംബങ്ങളും അതുപോലെ തന്നെ കുടുംബ വഴക്കുകളുമുള്ളൊക്കെ കുടുംബങ്ങൾ, ഭാര്യ ഭർത്തൃ സംശയങ്ങളുമുള്ള കുടുംബങ്ങൾ, ഇങ്ങനെ ചിലവരൊക്കെ മാറ്റി നിർത്തിയതിൻ്റെ വേദന, ഇങ്ങനെയുള്ള എല്ലാ നിയോഗങ്ങളും ഈ രഹസ്യത്തിലൂടെ, മാതാവിൻ്റെ വ്യാകുലത്തിലൂടെ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ തീരുമാനിക്കണം, ഒരു കാരണവശാലും ഞാൻ യേശുവിനെ ഉപേക്ഷിക്കുകയില്ല. യേശുവിനെ നഷ്ടപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും, കൂട്ടുകെട്ടുകളിൽ നിന്നും ഞാൻ മാറി ജീവിക്കുമെന്ന് തീരുമാനിക്കണം. അത് ഇന്നൊരു ദിവസം മാത്രമല്ല, ജീവിതാന്ത്യം വരെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതാ മാതാവ് ഈശോ നിന്റെ വീടിൻ്റെ അകത്തേക്ക് കാണാതെ പോയവരുടെ പക്കലേക്ക് യാത്രയാകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.